ഇപ്പോൾ ഈ ശബരിമലയിലെ ഈ മറ്റേ ദ്വാരപാലക ശില്പം അതിൻ്റെ സ്വർണം പൊതിഞ്ഞുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഇപ്പം നടന്നേക്കുകയാണല്ലോ. ഇപ്പോൾ ദേവസ്വം മഹസറിലുള്ളത് അത് ചെമ്പ് പാളിയാണ്, സ്വർണം അല്ല എന്ന തരത്തിലാണ്. ഇത് വിജയ് മല്യ കൊടുത്ത അതായത് ഈ വിജയ് മല്യ, അതായത് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ കിങ് ഫിഷറിൻ്റെയൊക്കെ ഉടമ. അപ്പോൾ അദ്ദേഹം സ്വർണം അവിടെ ദാനം ചെയ്തു, അദ്ദേഹം അവിടെ സമർപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന രേഖകൾ പ്രകാരം കത്തിടപാടുകൾ പ്രകാരമെല്ലാം തന്നെ തെളിവുകളുള്ളത് ഈ ദ്വാരപാലക ശില്പത്തിനടക്കം സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 30 കിലോ സ്വർണമോ മറ്റോ ആണ് മൊത്തത്തിൽ അവിടെ ഈ സ്വർണം പൊതിയാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിനടക്കം ഈ ചെമ്പിന് പുറമെ ഈ സ്വർണം അത് ഈ പേപ്പർ ഘനത്തിൽ അടിച്ച് പരത്തി അത് രസം വെച്ച് മെർക്കുറി വെച്ച് ഒട്ടിച്ച് എടുത്ത ചെമ്പ്, അതായത് സ്വർണ്ണപ്പാളിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൻ്റെ മാറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടാമത് സ്വർണം മുക്കാൻ കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ അതിൽ തൂക്കത്തിൽ വരെ വ്യത്യാസമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ ദേവസ്വത്തിൻ്റെ കണക്ക് പ്രകാരം അത് സ്വർണ്ണപ്പാളിയല്ല, ചെമ്പുപാളി. ഇപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത്, ഇവിടെ NSS അടക്കമുള്ള സംഘടനകൾ നിലപാടെടുത്തത് എന്താണ്? CPM ആണ് അവിടെ അല്ലെങ്കിൽ അയ്യപ്പനെ സംരക്ഷിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവർ. ഇപ്പോൾ CPM ആണ്, അവരുടെ നിലപാടുകളാണ് ശരി. പക്ഷേ അതേ സമയത്ത് തന്നെ അവർ പിന്തുണയ്ക്കുന്ന ദേവസ്വം അധികൃതർ ചെയ്യുന്നത് എന്താണ്? അമ്പലം വിഴുങ്ങിയുള്ള പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ NSS ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? NSS പറയുന്നതിനേക്കാളും ഒന്ന് രണ്ട് ആ പ്രേം പറഞ്ഞതിൽ ഒന്ന് ചെറിയൊരു വസ്തുതകളൊന്നും ഉറപ്പിച്ചു പറയാം. അതായത് 1999 ഈ ദ്വാരപാലക ശില്പങ്ങളും നമ്മൾ ശ്രീകോവിലടക്കം അതെ ശ്രീകോവിലടക്കം പീഠം അടക്കം ഈ പറയുന്ന വിജയ് മല്യ സ്വർണം പൂശിയത്, അതിൻ്റെ രേഖകളൊക്കെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. മാതൃഭൂമിയിലൊക്കെ അതേ വർഷം തന്നെ വന്നിട്ടുണ്ട്, വാർത്തകൾ വന്നിട്ടുണ്ട്, പടവും ചിത്രങ്ങൾ സഹിതം. അപ്പം അത് എങ്ങനെ ചെമ്പായി, അത് നമ്മൾ നോക്കേണ്ടത് ഇപ്പോഴത്തെ ഭരണം അല്ല, ഏതാണ്ട് 99 സംഭവിച്ചൊരു കാര്യമാണ്. അന്നും ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം മന്ത്രിയുണ്ട്. അത് നമ്മൾ ആലോചിക്കുക. പിന്നെ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ വിജയ് മല്യ കൊടുത്തതിൻ്റെ പേപ്പർ മാത്രമല്ല, അതായത് അവിടെ ശബരിമല അയ്യപ്പന് എന്ത് കാര്യം ആര് സമർപ്പിച്ചാലും, ഇപ്പോൾ സ്വർണം വെള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്ക ഒഴികെ ബാക്കിയെല്ലാം അവിടുത്തെ മഹസറിൽ എഴുതേണ്ടതാണ്. അതിവിടെ മഹസറിൽ എഴുതിയിട്ടുണ്ടോ? 99 കൊടുത്ത ഈ പറയുന്ന സ്വർണം പിന്നീട് ചെമ്പായിത്തീരുന്നു. പിന്നീട് അത് പൊളിച്ചു മാറ്റി 2019 വീണ്ടും അതിന് മാറ്റ് കുറവെന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇത് ആരെ കൂടെ ചോദിച്ചിട്ട് അത് കൊണ്ടുപോയി? അത് അറിയിക്കേണ്ടവരെ അറിയിക്കണ്ടേ? ദേവസ്വം എന്ന് പറയുന്ന, ഇപ്പം സംസ്ഥാന സർക്കാരിന് ദേവസ്വം എന്ന് പറയുന്ന ഒരു വകുപ്പും അതിനൊരു മന്ത്രിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് നമ്മൾ നോക്കാണ്ട് 99 നടന്ന കാര്യം 19 അത് പിന്നെയും ചെയ്യുന്നത്. പറയുന്ന ന്യായം എന്താ? സ്പോൺസർ വഴിയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്പോൺസർ ആണെങ്കിൽ അതിന്റെ രേഖകൾ അവിടെ വേണ്ടേ? ഇതിപ്പോ എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇതിനിടയ്ക്ക് വന്നു, എത്ര ദേവസ്വം ബോർഡ് ഭരണം മാറി. അപ്പോൾ ഇത് നമ്മൾ പുറത്തറിയുന്ന, ഇപ്പൊ ഈ ഇതിൽ പറയുന്ന പോലെ ഇത് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നമ്മൾ തിരക്കി പറയുന്നത് ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശുന്നതിന് വെളിയിൽ നിന്ന് ആൾക്കാരെ നിന്ന് കാശ് വരെ പിരിച്ചെന്ന് പറയുന്നുണ്ട്. കാശുള്ള ആൾക്കാരെ നിന്ന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് കാശ് പിരിച്ചതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്താണ്? അപ്പൊ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ശബരിമല ഒരു വെള്ളാനയാണെന്നാണ് തോന്നുന്നത്. വെള്ളാനയായ ഒരു കറവ പശു. അതാണ് ഇവിടെ NSS പറഞ്ഞത്. ഈ പറയുന്ന ഒരു അയ്യപ്പനെ സംരക്ഷിച്ചത് ഇവരാണെന്ന് പറയുന്നത് അതാണ്. അപ്പം നമ്മൾ പുറമേ അറിയാത്ത നിരവധി വെട്ടുകൾ അവിടെ നടന്നിരിക്കുകയാണ്. ഇപ്പം G. സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ ഇരിക്കുന്നത് തന്നെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അയ്യപ്പൻ്റെ വിഗ്രഹം വരെ അവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ വിഗ്രഹം വരെ പോയേനെ എന്ന G. സുധാകരൻ എന്ന് പറയുന്ന പഴയ ദേവസ്വം മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുക, 99 മുതൽ ഈ വർഷം വരെ എത്ര വർഷമായി? അതെ, ശബരിമലയിൽ ഈ കാണുന്ന എല്ലാ വികസനങ്ങളും നടന്നു എന്ന് പറയുന്ന വർഷം ഇത്രയായി. അപ്പോൾ ഇത്രാമത്തെ വർഷം ആകുമ്പോഴാണോ നമ്മൾ ഈ കള്ളങ്ങളൊക്കെ അറിയുന്നത്? അപ്പോൾ ഇവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവും? അല്ല, ഇക്കാര്യത്തിൽ CPM അല്ലെങ്കിൽ LDF സർക്കാരിന് ഒളിച്ചോടിക്കാൻ പറ്റില്ല. കാര്യം പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അതെ, പത്മകുമാർ CPM നോമിനിയാണ്. അതിനുശേഷം വന്നവരെല്ലാം CPM നോമിനിയാണ്. ഇപ്പൊ പ്രശാന്ത് മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സുകാരനായി പരിവർത്തനം പേരിന്. അതെ, ബാക്കി എല്ലാവരും കഴിഞ്ഞ ഇപ്പൊ 99 ആണെങ്കിൽ തന്നെയും ഭരണത്തിൽ ഇപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു 96 ഉമ്മൻചാണ്ടി ആണെന്ന് തോന്നുന്നു അല്ലേ? 96 നമ്മളിപ്പോൾ കറക്റ്റ് മന്ത്രിസഭ ഇല്ല, ഉമ്മൻചാണ്ടി ആകാൻ സാധ്യത കുറവാണ്. എങ്കിലും പോട്ടെ, അതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കണ്ടുപിടിക്കണം, അതെന്താണെന്നുള്ള കണ്ടുപിടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇത്രയും ഇത് ഉണ്ടാകുന്ന ഇപ്പം ഇതിന് തെളിവുകളൊക്കെ പുറത്തു വരുന്ന ഈ ഒരു അവസരത്തിലാണ്. ഇതാണോ
പിന്നെ NSS ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന രീതിയിലുള്ള CPM-ന്റെ അയ്യപ്പൻ്റെ സംഗമത്തിലൂടെ ഇവർ സംരക്ഷിച്ചത് ഇതാണോ? അല്ലേ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ അവിടെ ശബരിമല ഒരു കറവ പശുവാക്കി മാറ്റുക. അതിനും ഇനിയും അവസരങ്ങൾ വരികയാണ്. കാര്യം ഈ ശ്രീകോവിലിന് മുമ്പുള്ള ദേവപ്രശ്ന വിധി പ്രകാരം ശ്രീകോവിലിന് ചുറ്റുമുള്ള നിർമ്മിതികൾ, അതായത് ആ ക്ഷേത്ര ശ്രീകോവിലിനേക്കാൾ പകിട്ടോടെ അതിൻ്റെ ചുറ്റും നിർമ്മിതികൾ, കോൺക്രീറ്റ് നിർമ്മിതികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഒരു പൂർണ്ണമായും ഒരു വനക്ഷേത്രം, ഒരു കാനന ക്ഷേത്രമാക്കി അതിനെ മാറ്റണം എന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഇമാതിരി കൈയിട്ട് വാരികൾക്ക് അടുത്തൊരു അവസരം കിട്ടുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അതായത് പഴയതൊക്കെ പൊളിച്ചു മാറ്റി അതിൻ്റെ കുറേ കൂടി അവിടെ ഈ എന്താ പറയുക ചുറ്റമ്പലം അതേപോലുള്ള സംഗതികൾ, അതായത് നമ്മുടെ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, നമ്മൾ 18-ാം പടി കയറി ചുറ്റ് ഫ്ലൈ ഓവറൊക്കെ കടന്നാണല്ലോ തൊഴാൻ വരിക. ഇനി ആ ഫ്ലൈ ഓവർ ഒന്നും കാണില്ല, അതൊക്കെ ഇടിച്ചു പൊടിച്ച് കളഞ്ഞ് അത് കുറേ കൂടി വിശാലം, ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ ഒരു പ്രദേശം കുറേ കൂടി വിശാലമാക്കാനൊക്കെയാണ് പദ്ധതി. കേൾക്കുമ്പോൾ നല്ല രസകരമാണ്, നല്ല ശരിയാണ്. ഭക്തരെ സംബന്ധിച്ച് ഒരു ഭക്തിയുടെ ഒരു മൂഡ് കിട്ടും. ഒരു കോൺക്രീറ്റ് ഗാർഡിൻ്റെ അകത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് ഒരു കാനന ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതി അവിടെ കിട്ടും. പക്ഷേ ഇപ്പോൾ ഒരു ആശങ്കയുണ്ട്. കാര്യം ഇമാതിരി കാട്ടുകള്ളന്മാർ ഇതും അതൊരു താപ്പാക്കി. അതെ, അല്ല ഇപ്പം ദേവസ്വത്തിൻ്റെ രേഖകളിൽ അത് ചെമ്പാണ്. അല്ല, അപ്പോൾ പിന്നെ അതിങ്ങനെ പറഞ്ഞ ഇവർ എന്തായിരുന്നു അന്ന് പറഞ്ഞത്? വിജയ് മല്യ എത്രയോ കോടി രൂപയുടെ സ്വർണ്ണമെന്നാണ് പറഞ്ഞത്. അത് ഒരിക്കലും അങ്ങനെ ഒരു വ്യവസായി കള്ളത്തരം കാണിക്കൂ? അല്ല, അതിന് വ്യവസായി കള്ളത്തരം കാണിച്ചിട്ടില്ല. ഇയാൾ തന്നത് സ്വർണ്ണമാണെന്നുള്ളതിന് തെളിവുണ്ട്. ഏതാണ്ട് 30 കിലോയോളം സ്വർണം കൊണ്ടുവന്ന് അത് എന്താണ് അവിടെ ചെയ്തത്? അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഏതാണ്ട് 50ഓളം വരുന്ന ശില്പികൾ അവിടെ ഇരുന്ന് ഒട്ടകത്തിൻ്റെ തോലുണ്ടല്ലോ, ഒട്ടകത്തിൻ്റെ തോല് ഈ പുസ്തക രൂപത്തിൽ ഓരോ താള് പോലെ ആക്കിയിട്ട് അതിൽ ഓരോന്നും ഈ സ്വർണം വെച്ച് അതിനെ ഏതാണ്ട് 5000 തവണ ചുറ്റുകൊണ്ട് അടിച്ചടിച്ചടിച്ച് പരത്തി ഈ റീലുകൾ റിബൺ പോലെ ആക്കി, അതായത് നമ്മുടെ പേപ്പർ കനത്തേക്കാൾ കട്ടി കുറച്ചതാക്കിയിട്ട് അത് ഈ ചെമ്പ് പാളിയിൽ രസമുണ്ടല്ലോ, നമ്മുടെ മെർക്കുറി തേച്ച് ഇത് രണ്ടും കൂടി ഒട്ടിച്ച് ഒന്നാക്കും. അപ്പോൾ ഫലത്തിൽ അത് സ്വർണ്ണപ്പാളിയായി, ചെമ്പ് പാളിയുടെ പുറത്ത് സ്വർണം പൂശിയ പോലെ ആയി. ഇതാണ് അവിടുത്തെ ഒരു രീതി, അതാണ് സങ്കല്പം. അതിൽ ഈ സ്വർണത്തിന്റെ മാറ്റ് കുറഞ്ഞത് എങ്ങനെയാണ്? ചിലപ്പോൾ ഈ എണ്ണയും മെഴുക്കും ഒക്കെ പറ്റിയത് കൊണ്ട് മാറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ സ്വർണം കണ്ടുപിടിക്കുന്നത് 2019. അതെ, മാറ്റ് കുറഞ്ഞതായിക്കോട്ടെ, അതിൻ്റെ നിറം മങ്ങിയിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടും മങ്ങിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അതിൽ പൂശിയ സ്വർണ്ണം അപ്രത്യക്ഷമാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ആദ്യം കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയുടെ തൂക്കമല്ല തിരിച്ചു വന്നപ്പോഴുള്ളത് എന്നാണ് പറയുന്നത്. മറ്റേ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തിയപ്പോൾ അതിലുള്ള അഴുക്ക്, അരക്ക്, അതിലുള്ള ചില കമ്പികൾ ഇതൊക്കെ പോയി എന്നാണ് ഈ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുന്ന വിശദീകരണം. പക്ഷേ സ്വർണ്ണം എവിടെ? പക്ഷേ ഇതിലൊക്കെ നമ്മൾ ചോദിക്കുന്നത്, ഇത് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തിൻ്റെ കൊടുക്കാൻ? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഈ പിന്നെ മേൽശാന്തിമാരുണ്ടല്ലോ, ശബരിമല മേൽശാന്തി, അങ്ങനെ വന്ന ഏതോ ഒരു മേൽശാന്തിയുടെ പരിചാരകനായിട്ട് കൂടിയ ആളാണ്. അതായത് സഹായി. പിന്നെ ഈ ചങ്ങാതി തിരിച്ച് ഇയാള് കേരളത്തിന് പുറത്താണ്, ഇയാൾ താമസിക്കുന്ന. അവിടെ ഇയാൾക്ക് ഈ ശബരിമലയിൽ നിരന്തരം ഇദ്ദേഹം സുഹൃത്തുക്കളുമായിട്ട് ദർശനത്തിന് വരുന്നതാണ്. അപ്പോൾ സ്ഥിരപരിചിതരാണ്, ശബരിമലയിലുള്ള വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഈ ബന്ധമൊക്കെ വെച്ച് പലരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഈ ശബരിമലയെക്കുറിച്ച് ഏറ്റവും വലിയ വിശ്വാസമുള്ളവർ കേരളത്തിന് പുറത്തുള്ളവരാണ്, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ്, തമിഴ്നാടുള്ളവരാണ്, വലിയ ഭക്തർ അവിടെയുള്ളവരാണ്. അപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തും തരാൻ തയ്യാറാണ്. അത് ഇവരെ ശരിക്കും മുതലാക്കി എന്ന് വേണം മനസ്സിലാക്കി. ശരിക്കും മുതലാക്കി ആ വിശ്വാസത്തെ, ഭക്തിയെ ചൂഷണം ചെയ്ത് വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇതേ പറയാനുള്ളൂ, എന്തിനിങ്ങനെ ഒരു ദേവസ്വം ബോർഡ്? അതെ, ദേവസ്വം കാലാകാലങ്ങളിൽ ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല, ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ആവശ്യമില്ല, വരുന്നതിന് കണക്കില്ല, പോകുന്നതിന് കണക്കില്ല. ഇതെല്ലാം ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നെങ്കിലും ഇപ്പോൾ ദേവസ്വം ബോർഡ് അധികാരികൾ അറിയാതെ ഇത് എങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോയി, ഇത് എന്ത് ലാഘവത്തോടെ ഇവർ. അതായത് മുമ്പ് യുവതീ പ്രവേശന വിഷയം ഒരു സുവർണാവസരമാണ് എന്ന് കരുതിയ RSS അല്ലെങ്കിൽ അതേപോലുള്ള സംഘടനകൾക്ക് അതെ കയ്യിൽ വടിയെടുത്ത് കൊടുത്തേക്ക് ഇപ്പോൾ. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഇത് അവിടെ ക്ഷേത്ര പരിസരത്തിൽ വെച്ച് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇടയ്ക്ക് വന്ന വേറൊരു അലിഗേഷൻ, 9 കോടി രൂപ, 6 കോടി രൂപയുടെ അരവണയാണ് കാണാതെ പോയത്. ഈ 6 കോടി രൂപയുടെ അരവണ ഉണ്ടാക്കാനായിട്ട് 2 കോടി രൂപയുടെ ടെൻഡറാണ് അവർ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതെല്ലാം അയ്യപ്പൻ്റെ കാശാണ്, ഭക്തരിടുന്ന കാശാണ്. ഇപ്പം പ്രേം പറഞ്ഞ പോലെ പുറത്തുനിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ ഇവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞ് എന്തും കൊടുക്കാൻ നിൽക്കുന്നവരാണ്, ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞത്. ഏതായാലും സർക്കാരിന് ഇത് മൂന്നാം ഭരണം വരുന്നതിന് അങ്ങനെ ഒരു ചിലവുക്കുറിയായൊന്നും തീരാൻ പോകുന്നില്ല. ഇത് അയ്യപ്പനെ സോപ്പിടാൻ വേണ്ടി കളിച്ച അയ്യപ്പ സംഗമമാണെങ്കിൽ അത് തിരിഞ്ഞു കുത്തണം, അയ്യപ്പൻ തിരിച്ച് ഇവർക്ക് പണി കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്.